എക്സ്ക്യൂസ് മീ. എന്താണ് അവരാജ് ചേട്ടാ, കുർബാന തീരാറായല്ലോ. കുർബാന കൂടാന്നേ ബീഫ് തീർന്നു പോവും. ഞായറാഴ്ച ബീഫില്ലാത്ത ക്രിസ്ത്യാനിയുടെ വീടേ ഉണ്ണീശില്ലാത്ത പുൽക്കൂട് പോലെയാണ്. പുൽക്കൂടാ? അപ്പൊ ഇത് ക്രിസ്മസ് ആണോ? ആ, അയ്യോ, സ്റ്റാർ മേടിക്കാൻ മറന്നല്ല. കർത്താവ് പിന്നെയും മൂത്ത. ഒരു ചായ. ഈ ലോട്ടറി അടിക്കണത് ഒരു കണക്കിന് നഷ്ടമാണ്. 80 ലക്ഷം അടിച്ചാ 50 നമുക്ക് കൈ കിട്ടുള്ളൂ. 30 നഷ്ടം. ഒരു ചായ പറഞ്ഞ അര ഗ്ലാസ് ചായ. ഇതല്ലേ അതിന് വലിയ നഷ്ടം. അല്ലേലും വെറുതെ കിട്ടുന്ന കാശല്ലേ, ഒരു കാര്യത്തിന് ഉപകാരപ്പെടില്ല. ആർക്കാണ് ഇപ്പൊ വെറുതെ കാശ് കിട്ടിയത്? അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ, നമ്മുടെ ബേബിയുടെ കടയിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം. 80 ലക്ഷം രൂപ. എത്ര? 80. കർത്താവേ കരുണയുള്ളവനാണ്. ഒരു തവണ പാവപ്പെട്ടവനെ മരിച്ച് 10 പതിനെന്നെ കൊണ്ട് പോയില്ലേ, അതൊക്കെ കർത്താവ് കാണാതിരിക്കോ? ആർക്കാ അടിച്ചത്? ആർക്കാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും സ്ഥിരമായിട്ട് കിടക്കുന്ന ആർക്കും അല്ലെന്നാണ് കേട്ടത്. ഊട്ടിയെ കൊടുക്കാനാണെങ്കിൽ വിളിക്കണേ. ആ ഓക്കേടാ. എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണത്, അതും 80 ലക്ഷം. 80 ലക്ഷം. എല്ലാരും ഉണ്ടല്ലോ. ആ ടൂറുകാരൻ വന്നാ അങ്ങനെ അവസാനം നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയ ഭാഗ്യം. അതും 80 ലക്ഷം. കമ്മീഷൻ കിട്ടും 10%. ആ എന്താ നിങ്ങൾ പറഞ്ഞ, എനിക്കൊന്നും മനസ്സിലായില്ല. ആ അപ്പൊ നീ അറിഞ്ഞില്ലേ? എടാ നിന്റെ കൂട്ടുകാരന്റെ കടയിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ബേബിയുടെ കടയിലാ? ആടവധൂരി ആണോ? അത് ശങ്കാറല്ലത്. ആർക്കാ അടിച്ചത്? അതറിയാൻ പാടില്ല. ആർക്കായാലും എന്താണ്, നമ്മുടെ ബേബിക്ക് 8 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടൂലേ. പിന്നെ 8 ലക്ഷം ഒന്നും കിട്ടിയായിരിക്കൂല. അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അല്ലടാ, കിട്ടും. ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ വിളിക്ക്. ഹലോ എടാ, ഞാൻ കേട്ടത് ശരിയാണോ? ടിക്കറ്റ് വിറ്റിട്ടില്ലേ? ഭാഗ്യവാനേ. അപ്പൊ 80 ലക്ഷം അടിച്ചേക്കണത് ബേബിക്ക്. നമ്മുടെ ബേബിക്കാ? അത് കളിക്കല്ലേ. നമ്മുടെ ബേബിക്കാ? അടിപൊളി. 2 ബെഡ്റൂമേ ബാത്റൂമേ അറ്റാച്ച്ഡ്. അവറാച്ച മുതലാളി കേട്ടാ, 80 ലക്ഷമാണ് ബേബിക്ക്. തന്റെ പ്രാക്കിന്റെ ഗുണോടോ, താനല്ലേ പറഞ്ഞത് ഇതിനും വലുത് കിട്ടുന്നു. കിട്ടിയടോ, കിട്ടി. 80 ലക്ഷം. 80 ലക്ഷം കിട്ടി. ഞാൻ അടിച്ചു പൊളിക്കും. എന്തോരം ടൂറ് ഞങ്ങൾ പോകുന്നറിയാമോ? എന്നെ കൂടെ ഒന്ന് പ്രാഗോ? പ്രാഗ് പ്രാഗോ പ്രാഗ് പ്രാഗ്. നന്നായി വരും. നീ നന്നായി വരും. നന്നായി വരും. അല്ല പിന്നെ